Hello guys, welcome back to another episode of Travel and Foodity. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പഴവങ്ങാടിയിലുള്ള തട്ടുകടയിലെ പുട്ടുകട എന്ന സ്ഥലത്താണ് കേട്ടോ. പഴവങ്ങാടി ഗണപതി ടെമ്പിളിൻ്റെ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ തട്ടുകട. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ടാണ് സ്പെഷ്യാലിറ്റി. പേര് പോലെ തന്നെ തട്ടുകടയിലെ പുട്ടുകട. പല വെറൈറ്റീസുള്ള 70 ടൈപ്സ് ഓഫ് പുട്ടാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ തട്ടുകട എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി തട്ടുദോശ, ചമ്മന്തി, പിന്നെ ഓംലെറ്റ്, രസവട, ട്രിവാൻഡ്രം സ്പെഷ്യലായിട്ടുള്ള രസവട ഒക്കെയാണ് സാധാരണ കിട്ടുന്നത്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തട്ടുകട സ്റ്റൈലാണെങ്കിലും ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഒരു 2-3 മുറികളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ട്, ബെഞ്ചും ചെയർസെല്ലാം ആക്കിയിട്ട് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞിതാകുന്നില്ല, കഴിക്കേണ്ടത് നമ്മൾ കഴിച്ച് തന്നെ അറിയണമല്ലേ. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, എന്താണിത്? ബീഫാണോ? ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. അടിപൊളി ലുക്കില്ല. ഇത് ചിക്കൻ ആയിരിക്കും അല്ലേ? കാടയാണ് കേട്ടോ, സംഭവം കാടയാണ്. പെട്ടെന്ന് തീരും. അപ്പം തീർന്നിട്ട് ഇനി ബാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ തടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് അപ്പം ചുട്ട് വരുന്നത്. പിന്നെ അപ്പുറത്ത് പൊറോട്ട ചുട്ടെടുക്കുന്നത്. ഗീ ദോശ, ഇതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി. ദോശ ഐറ്റംസ് തന്നെ ഭയങ്കര മൂവിങ് ഉള്ള ഗീ ദോശയാണ്. ഗീ ദോശയാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി. ഇവിടുത്തെ ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് ഗീ ദോശ. ഇതൊക്കെ ഇവിടെയുള്ള പുട്ട് വെറൈറ്റീസാണ്. ബീറ്റ്റൂട്ട് പുട്ട്, ചീരപ്പുട്ട്, ഫ്രൂട്ടി പുട്ട്, പൈനാപ്പിൾ പുട്ട്, അങ്ങനെ പലതരത്തിലുള്ള പുട്ട് വെറൈറ്റീസാണ്. ജിഞ്ചർ പിക്കിൾ പുട്ട്, ഇങ്ങനത്തെ പേരെല്ലാം എവിടെയും കിട്ടില്ല. റവ വിത്ത് വെജിറ്റബിൾ പുട്ട്, ചമ്പ വിത്ത് ബീറ്റ്റൂട്ട് പുട്ട്, ചീരപ്പുട്ട്, മുരിങ്ങയിലെ പുട്ട്, മിക്സഡ് വെജിറ്റബിൾ പുട്ട്, സ്പാനിഷ് മസാല പുട്ട്. അതെവിടെ ഉണ്ടെന്ന് പേര് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. പുട്ട് കഴിക്കാൻ വേണ്ടി 2 പേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾ ആദ്യമായിട്ടാണോ ഇവിടെ കഴിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വന്നിട്ടില്ല. അപ്പൊ എന്റെ കൂടെയാണല്ലോ ആദ്യമായിട്ട് കഴിക്കാൻ വരുന്നത്. നീതോ? ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു പുട്ടുണ്ട്, എന്തൊക്കെയോ പുട്ട്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റി? അതെ, ഇവിടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്തൊക്കെയോ പുട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം എന്തൊക്കെയോ പുട്ട് ഉണ്ടോ. അത് എന്താണെന്നുള്ളത് ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആണ്. അതിൽ മെനുവിൽ കണ്ട് എന്തൊക്കെയോ പുട്ട്. അപ്പൊ ചേട്ടൻ ഇപ്പൊ വരും, നമുക്ക് ചോദിക്കാം. പുട്ട് നിനക്ക് വേണോ? എന്തൊക്കെയോ പുട്ട് വേണ്ട. അവന് പുട്ട് വിരോധിയാണ്, അതുകൊണ്ട് അവന് നമുക്ക് ദോശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിള്ളേരൊക്കെ റെഡിയായി ഇരിക്കുന്നുണ്ട്. ചേട്ടാ, എന്താണ് സ്പാനിഷ് മസാല പുട്ടുണ്ടോ? എന്തൊക്കെ പുട്ടുണ്ടോ? അപ്പോൾ ഒരു സ്പാനിഷ് മസാല, ഒരു എന്തൊക്കെ പുട്ട്, പിന്നെ 2 ഗീ ദോശ. നമ്മൾ പിള്ളേർ അച്ചടക്കത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ചേട്ടൻ തന്നെ അന്തം വിട്ടിരിക്കുകയാണോ? ഇവിടെ കപ്സ് വെച്ച് കളി തുടങ്ങി. അപ്പോൾ ബീഫ്, ചിക്കൻ വരും, കോൾഡ് വരും, ഓംലേറ്റ് വരും, പിന്നെ കാഷ്യൂ, ബദാം, ഇതൊക്കെയാണ് ഈ എന്തൊക്കെയോ പുട്ടില്. ഇത്രയും ഇപ്പൊ പറഞ്ഞ ഇത്രയും സാധനങ്ങളാണ് ഈ എന്തൊക്കെയോ പുട്ടില് ഇവർ ആഡ് ചെയ്യുന്നത്. എന്തൊക്കെയാ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തൊക്കെയോ പുട്ട് എന്നുള്ള പേര് വരാൻ കണ്ട കാരണം അങ്ങനെയാണ്. അപ്പോൾ ഒരു എന്തൊക്കെയോ പുട്ട്. ഓക്കെ, 2 ഗീ ദോശ, പിന്നെ ഒരു സ്പാനിഷ് ദോശ. അല്ല, ദോശയല്ല, പുട്ട്.
ഇതാണ് നമ്മുടെ എന്തൊക്കെ പുട്ട്, നല്ല ചൂട് ആവി പറക്കുന്ന എന്തൊക്കെ പുട്ട്. ഇതിൽ ബദാം ഉണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഒന്ന് നമുക്കിതിനെ ഉടച്ച് ഇതാക്കാം അല്ലേ. എടാ ബദാമും കപ്പലണ്ടിയും അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. മുട്ട, ചിക്കൻ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ആവി പറക്കുന്ന സാധനം. ഇതാണ് സ്പാനിഷ് പുട്ട്. ഇത് ആക്രാന്തം മൂത്ത് കണ്ണൻ ഇതിനെ കുറ്റി മാറ്റി ഉടച്ച് വെച്ചിരിക്കുകയാണ്. കഴിച്ചു നോക്കിയോ എങ്ങനെയുണ്ട്? ഒന്ന് കഴിച്ചിട്ട് പറയും. ആദ്യം തന്നെ കണ്ണൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. ഹൗസ് ഇറ്റ്? സ്പാനിഷ് പുട്ടല്ലേ? അടിപൊളിയാണോ? എന്താണ്, ചിക്കനാണോ ബീഫാണോ? ചിക്കനുണ്ട്, ബീഫുണ്ട്, എല്ലാ സാധനവും മിക്സല്ലേ? ഐറ്റംസ് ഒന്നും ഇല്ല. ഈ 2 ചിക്കനും ബീഫും മാത്രം തന്നെ ഉള്ളൂ. മസാല കുഴപ്പമില്ല, ഓവറോൾ കുഴപ്പമില്ല. ഇനി ഞാൻ എന്തൊക്കെ പുട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ വെയിറ്റ് ചെയ്ത്, ഈ പേര് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അപ്പോൾ നമുക്കിതിൻ്റെ എന്തൊക്കെ പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെ പുട്ട് കൊള്ളാം കേട്ടോ. പേര് പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല വേർത്താണ്, കുറേ ഉണ്ട്. നല്ല ബീഫ്, സോഫ്റ്റ് ബീഫാണ്, നല്ല ഹാർഡല്ല. ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോഫ്റ്റാണ്. മുട്ടയുണ്ട്, നട്ട്സ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങൾ ഇവർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടേസ്റ്റും അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റ്. നീതു എന്താണ് ഓർഡർ ചെയ്ത് നോക്കാം? നീതു എന്താ ഓർഡർ ചെയ്തത്? ദോശ, ഈ ദോശ അല്ലേ? ഈ ദോശ. ചട്നി വരുമെന്നാണ് പറഞ്ഞത്. അവന് മുന്നേ വിശന്നുകൊണ്ട് എല്ലാവരും കഴിച്ചു തുടങ്ങി. നമ്മൾ കാട ഫ്രൈകളും കൊണ്ടുവന്നു. കാടയുടെ കാലൊന്ന് കാണിച്ചു കൊടുത്തേ. നമ്മൾ അത്ര വിശന്നിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് കാട വന്നപ്പം നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കാട ഫ്രൈ വയറ്റിലായി. പിന്നെ ഡബിൾ ഓംലെറ്റ് പറഞ്ഞ് കാട ഫ്രൈൻ്റെ കൂടെ കിട്ടിയ കണ്ട മൊരിഞ്ഞ സാധനം കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല മൊരിഞ്ഞ മസാല കൂട്ട്. അത് നമ്മളിങ്ങനെ ഡബിൾ ഓംലെറ്റ് വാങ്ങി അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് വിതറി ഇന്നിട്ട് കഴിക്കുകയാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ പറഞ്ഞാൽ 7 മണി 8 മണി ആ ടൈമിലാണ് ഭയങ്കരമായിട്ട് റഷ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. കുറേ സംഭവങ്ങളൊന്നും അതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത വേറൊരു അവസരത്തിൽ വരുവാണെങ്കിൽ നമ്മൾ അതും കൂടെ കാണിക്കുന്നതായിരിക്കും. തട്ടുകടയിലെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓംലെറ്റ് ആണ്. അതും 1 സൈഡ് ഓംലെറ്റ്. ഒരു സൈഡ് മാത്രം വേവാ, മറ്റേ സൈഡ് ഒരു ഹാഫ് വെന്തിട്ടുണ്ടാവും. അതാണിത്. ഇതിപ്പോൾ ഓർഡർ ചെയ്തത് ഇതിലാരോ ആണ്, കഴിക്കുന്നത് ഞാനാണ്. ഇങ്ങനെ പുട്ടുകടയിലൊക്കെ വരുമ്പോൾ ദയവായി പുട്ടിൻ്റെ കൂടെ വല്ല മിനറൽ വാട്ടറോ ജ്യൂസോ കട്ടൻ ചായയോ എങ്കിലും ഓർഡർ ചെയ്യണം. സാധനം പുട്ടാണ്, തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും ഞാനൊരു എന്താ പറയുക, വാർണിംഗ് ആയിട്ട് പറയുകയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ നല്ലൊരു എന്താ പറയുക ഫാസ്റ്റ് മൂവിങ് ഒരു സാധനമാണ്. എന്താ പറയുക, ബൂസ്റ്റ് അല്ലേ, ബൂസ്റ്റാണ്. ബൂസ്റ്റ് ജ്യൂസോ ബൂസ്റ്റ് ഷേക്കോ കോൾ ബൂസ്റ്റ് അങ്ങനെയൊക്കെ പറയാം. കോൾ കോഫി പോലെ കോൾ ബൂസ്റ്റ്. പക്ഷേ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ പിള്ളേർ കുടിക്കാൻ വേണ്ടി 4 സ്ട്രോ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഫുഡ് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്ന് കഴിക്കണം എന്നാണ് പറയുന്നത്. ചൂടോടെ എന്തോ പുട്ടാണ്, അടിപൊളി ടേസ്റ്റ്. പല സാധനങ്ങൾ അതിനുള്ളൊരു കാട മുട്ട വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി, ബദാം, കാഷ്യൂ, പിന്നെ എന്താണ് അങ്ങനെ പല സാധനങ്ങളും അവർ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, ഓംലെറ്റ് ഉണ്ട്, അതുപോലെ കാട മുട്ടയുണ്ട്. എല്ലാം കൂടിയിട്ടുള്ള ഒരു പുട്ടാണ് എന്തരോ പുട്ട്. ഐ മീൻസ് എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ട ഒരു പുട്ട്. പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 120 റുപ്പീസായിരുന്നു അവർ ചാർജ് ചെയ്തത്. പക്ഷെ അതിന് ഉണ്ട് സാധനം. അപ്പം ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഞാൻ എന്തായാലും എൻ്റെ കോൾ ബൂസ്റ്റ് കുടിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോകാം. ഓക്കെ, ബൈ ബൈ.